റിസർവേഷൻ കൗണ്ടറിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റുകൾക്ക് അത് നമ്മൾ ഫിസിക്കലി കയ്യിൽ വെക്കേണ്ടത് ആവശ്യമാണ്. അതില്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ച്വൽ ഫെയർ, ടിക്കറ്റ് ഇല്ല എന്നൊന്നുമല്ല ട്രീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ആക്ച്വൽ ഫെയർ നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരായിരിക്കും. നമ്മൾ യാത്ര തുടങ്ങുന്ന സ്റ്റേഷനിൽ ആ ടിക്കറ്റ് നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞു, ടിക്കറ്റ് ഒരു പക്ഷേ കൊണ്ടുപോകാൻ വന്ന ആളുടെ കയ്യിലായിരിക്കും, അയാൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന സംഗതിയാണ് ഇവിടെ സംഭവിച്ചത്. പലപ്പോഴും തൽക്കാലം മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനിൽ ആരംഭിക്കുന്ന ട്രെയിനിന് ഒരുപക്ഷെ കൽക്കട്ടയിലോ അല്ലെങ്കിൽ ഗ്വാളിയറിലോ ഒക്കെ നിന്ന് ഏജൻറ്റുമാർ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ഈ ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനിൽ യാത്രക്കാർ വരും, അവർ ഈ പറഞ്ഞ സംഗതികൾ പറയും. ഈ പറഞ്ഞ പോലെ ഒറിജിനേറ്റിംഗ് സ്റ്റേഷനിലാണെങ്കിൽ നമുക്ക് ജിംലെറ്റ് മെസ്സേജ് ഉപയോഗിക്കാം, പക്ഷേ വിദൂരത്തെ സ്റ്റേഷനുകളിൽ നിന്നുകൊണ്ട് ഇത് കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. നമസ്കാരം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രശസ്ത ജ്യോത്സ്യനും അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഒക്കെയായ ശ്രീ ഹരി പത്തനാപുരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു ശതാബ്ദി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാൻ നേരത്ത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന്, റിസർവേഷൻ കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്, ഓൺലൈൻ ടിക്കറ്റല്ല. അതുമായി അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ, അദ്ദേഹം സ്ഥിരമായി കാറിൽ യാത്ര ചെയ്യുന്ന ആളാണ്, ട്രെയിൻ യാത്ര വളരെ കുറച്ച് മാത്രം ചെയ്യുന്ന ആളാണ്. അങ്ങനെ റെയിൽവേയുടെ നിയമമൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ടി വന്നിട്ട് ടിക്കറ്റ് കൂടെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി പുള്ളിക്ക് അറിയില്ലായിരുന്നു. അതിന് അദ്ദേഹം ഇന്ന് പഠിച്ച പാഠം എന്നാണ് ആ പോസ്റ്റിനിട്ടിരിക്കുന്ന ഹെഡിങ്. അദ്ദേഹം ടി പറഞ്ഞ പ്രകാരം കൗണ്ടറിലെ ടിക്കറ്റ് ഇല്ലായിരുന്നതുകൊണ്ട് 320 രൂപയോ മറ്റോ ടിക്കറ്റിൻ്റെ ആക്ച്വൽ ഫെയർ അടയ്ക്കേണ്ടി വന്നു. അതിൻ്റെ പടം ഉൾപ്പെടെ അദ്ദേഹം അതിനകത്ത് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് പോലെയല്ല, റിസർവേഷൻ കൗണ്ടറിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റുകൾക്ക് അത് നമ്മൾ ഫിസിക്കലി കയ്യിൽ വെക്കേണ്ടത് ആവശ്യമാണ്. അതില്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ച്വൽ ഫെയർ, ടിക്കറ്റ് ഇല്ല എന്നൊന്നുമല്ല ട്രീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ആക്ച്വൽ ഫെയർ നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരായിരിക്കും. ഇത് അദ്ദേഹം രസകരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഹരി പത്തനാപുരം നിങ്ങൾക്ക് എല്ലാം അറിയാം, വളരെ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ആ തുക അടച്ച് തുടർന്ന് യാത്ര ചെയ്തത്. ഇന്ന് പഠിച്ച പാഠം എന്നാണ് അദ്ദേഹം അതിന് ടൈറ്റിലിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, അത് മറ്റൊരു പോസ്റ്റിൽ മറ്റൊരാൾ എഴുതിയിട്ടുണ്ട്. ശ്രീ സമ്പത്ത് SP സാം എന്നയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ 5 സുഹൃത്തുക്കളുമായി വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ സെയിം കണ്ടീഷനിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതേപോലെ കൗണ്ടറിൽ നിന്നാണ് റിസർവേഷൻ ടിക്കറ്റ് എടുത്തത്, ഓൺലൈനല്ല. അപ്പോൾ അത് കയ്യിൽ വെക്കണമായിരുന്നു, അത് വെച്ചിട്ടില്ല, മറന്നുപോയി. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ടി വന്നു. ടിയുടെ പേര് സെന്തിൽ മുരുകൻ എന്നാണ്, എനിക്ക് പരിചയമുള്ള ആളാണ്. അപ്പോൾ സെന്തിൽ മുരുകൻ പറഞ്ഞത്, ആക്ച്വൽ റൂൾ പ്രകാരം നിങ്ങൾ ഇതിൽ ഈ ടിക്കറ്റിൻ്റെ ചാർജ് എത്രയാണോ അത്ര എമൗണ്ട് അടയ്ക്കണം. ഇപ്പം 5 പേരാകുമ്പോൾ 5000, മിനിമം 5000 രൂപ വരും വന്ദേ ഭാരതിലെ എമൗണ്ട്, അത് അടയ്ക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരടയ്ക്കാൻ തയ്യാറായി. അപ്പോൾ തന്നെ സെന്തിൽ മുരുകൻ തൻ്റെ സീനിയറിനോട് ആലോചിച്ചിട്ട് വേറൊരു ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് സമ്പത്ത് SP സാം പറയുന്നത്. ആ ഐഡിയ ഇതാണ്. ആ ഐഡിയ പ്രകാരം പ്രവർത്തിച്ചപ്പോൾ സമ്പത്ത് SP സാമിൻ്റെ സുഹൃത്തായ ഒരു വക്കീൽ അവർ കയറാനുള്ള സ്റ്റേഷനിൽ ആ ടിക്കറ്റ് കൊണ്ടുവന്ന് സ്റ്റേഷൻ മാസ്റ്റർക്ക് ഏൽപ്പിക്കുകയും പിന്നീട് സ്റ്റേഷൻ മാസ്റ്റർ മെസ്സേജ് കൺവേ ചെയ്തതനുസരിച്ചിട്ട് സെന്തിൽ മുരുകൻ എന്ന ടി അവരെ യാത്ര തുടരാൻ അനുവദിക്കൂ എന്നാണ്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഓപ്ഷനുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ ടിക്കറ്റ് സ്റ്റേഷനിൽ മിസ്സായിപ്പോയി, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കുള്ള ഓപ്ഷനാണ് ഈ പറഞ്ഞത്. നമ്മൾ യാത്ര തുടങ്ങുന്ന സ്റ്റേഷനിൽ ആ ടിക്കറ്റ് നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞു, ടിക്കറ്റ് ഒരു പക്ഷേ കൊണ്ടുപോകാൻ വന്ന ആളുടെ കയ്യിലായിരിക്കും, അയാൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന സംഗതിയാണ് ഇവിടെ സംഭവിച്ചത്. ആ ടിക്കറ്റ് കൊണ്ടുവന്ന് ജേണി ഒറിജിനേറ്റിംഗ് സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററെ ഏൽപ്പിക്കുക. സ്റ്റേഷൻ മാസ്റ്റർ അത് സ്വീകരിച്ച ശേഷം
റെയിൽവേയുടെ കൊമേഴ്ഷ്യൽ കൺട്രോളിൽ അറിയിച്ച് കൺട്രോളിൽ നിന്ന് ഈ പ്രസ്തുത ട്രെയിനിലെ TTEക്ക് ഒരു കൺട്രോൾ മെസ്സേജ്, വെറുതെ ഫോൺ വിളിച്ച് പറയുകയല്ല ചെയ്യുന്നത്, ഒരു മെസ്സേജ്, നമ്പേർഡ് മെസ്സേജ് കൊടുക്കും. അപ്പോൾ ആ മെസ്സേജിനെ പറയുന്ന പേരാണ് ജിംലെറ്റ് മെസ്സേജ്. ഈ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ ബലത്തിൽ TTE തൻ്റെ കയ്യിലുള്ള EFT ബുക്ക്, എക്സസ് ഫെയർ ടിക്കറ്റ്, അതായത് നമ്മൾ ഫൈൻ അടയ്ക്കാനും കൺവെർഷൻ എഴുതാനും വേണ്ടിയൊക്കെ TTമാർ ഉപയോഗിക്കുന്ന ബുക്കാണ് EFT ബുക്ക്. ആ ബുക്കിൽ ഈ നമ്പർ രേഖപ്പെടുത്തിയ ശേഷം ഇവർക്കൊരു ഫ്രീ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും. പുതിയ ടിക്കറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇങ്ങനൊരു ഓപ്ഷനുണ്ട്. അതായത് നമുക്ക് ഓൺലൈൻ ടിക്കറ്റല്ല, കൗണ്ടർ ടിക്കറ്റാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് മസ്റ്റായിട്ട് കയ്യിൽ കരുതണം. ഇനി അഥവാ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മളത് എടുക്കാൻ വിട്ടുപോയെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞത്. 2 യാത്രക്കാർ, ഹരി പത്തനാപുരവും സമ്പത്ത് SP സാമും ഒരേ സാഹചര്യത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്തു. 2 പേർക്കും 2 വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റാണ് അതിനകത്തുനിന്നുണ്ടായത്. ഇടപെടലൊന്നുമല്ല, പക്ഷേ ഈ ഒരു നിയമം അറിഞ്ഞു, അല്ലെങ്കിൽ അത് അറിയിക്കാൻ, അല്ലെങ്കിൽ ആ TTEക്ക് ആ നിയമം അറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ട് സമ്പത്ത് SP സാമിന് അദ്ദേഹത്തിന് പണം മുടക്കാതെ യാത്ര ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇക്കാലത്ത്. മറ്റൊന്ന് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് തൽക്കാൽ ടിക്കറ്റിലൊന്നും ഇത് ഒരുപാട് പ്രായോഗികമല്ല. കാര്യം പലപ്പോഴും തൽക്കാൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനിൽ, ആരംഭിക്കുന്ന ട്രെയിനിന് ഒരുപക്ഷെ കൽക്കട്ടയിലോ അല്ലെങ്കിൽ ഗ്വാളിയറിലോ ഒക്കെ നിന്ന് ടിക്കറ്റ് എടുക്കും. ഏജൻറ്റുമാർ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ഈ ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനിൽ യാത്രക്കാർ വരും. അവർ ഈ പറഞ്ഞ സംഗതികൾ പറയും. അപ്പോൾ അവരുടെ ടിക്കറ്റ് അവിടെയാണ് ഇവിടെയാണ് മിസ്സായെന്നൊക്കെ പറയും. പക്ഷേ അതിന് ഈ വകുപ്പില്ല. തൽക്കാൽ ടിക്കറ്റിന് ഇങ്ങനെ ജിംലെറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അതുകൊണ്ടാണ് ഒറിജിനൽ എറ്റിംഗ് സ്റ്റേഷനിൽ തന്നെ കൊടുക്കണമെന്ന് പറയുന്നതും. ഒപ്പം തൽക്കാലിന് ടിക്കറ്റ് മിസ്സിംഗ് ആണെങ്കിൽ അതിന് ഫൈൻ അടയ്ക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ. അതിന് കാരണം ഇതാണ്. തൽക്കാലിന് ഈ പറഞ്ഞ പോലെ ഒറിജിനൽ എറ്റിംഗ് സ്റ്റേഷനിലാണെങ്കിൽ നമുക്ക് ജിംലെറ്റ് മെസ്സേജ് ഉപയോഗിക്കാം. പക്ഷേ വിദൂരത്തെ സ്റ്റേഷനുകളിൽ നിന്നും കൊണ്ട് കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പോൾ മനസ്സിലാക്കുക, ഇങ്ങനൊരു ഓപ്ഷൻ കൂടിയുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കൗണ്ടറിൽ നിന്ന് എടുത്ത ടിക്കറ്റ് നമ്മുടെ ഒന്ന് മിസ്സായി, അല്ലെങ്കിൽ മ്യൂട്ടിലേറ്റ് കീറി, കാണാൻ പറ്റാവുന്ന വിധത്തിൽ കീറിപ്പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ റെയിൽവേ സ്റ്റേഷനിലെ റിസർവേഷൻ കൗണ്ടറിൽ പോവുക. അവിടെ ചെന്നിട്ട് ചാർട്ട് ആവുന്നതിന് മുമ്പ് ടോട്ടൽ എമൗണ്ടിൻ്റെ 25% എമൗണ്ട് കൊടുത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറിൽ നിന്ന് തന്നെ വാങ്ങാം. ഇനി യാത്ര അതിനും കഴിഞ്ഞു, ട്രെയിനിൽ കയറുന്നതിനിടയ്ക്കാണ് കളഞ്ഞു പോയത്, നമ്മുടെ കയ്യിലില്ല, അതിന് കിട്ടാനുള്ള സാധ്യതയില്ല, ജിംലെറ്റ് മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ എത്തിക്കാനോ ഉള്ള യാതൊരു സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ ട്രെയിനിൽ കയറുക. അവിടെ ഒറ്റ റൂളേ ഉള്ളൂ, ഈ നമ്മളുടെ ആക്ച്വൽ എമൗണ്ട് എന്താണോ ടിക്കറ്റിൻ്റെ ഫെയർ, ആ ഫെയർ കൊടുത്തിട്ട് TTE യാത്ര ചെയ്യാൻ അനുവദിക്കും. അതിനുള്ള റെസീപ്റ്റ് നമുക്ക് തരും. തൽക്കാലിന് ഇതല്ല റൂള്. തൽക്കാൽ ടിക്കറ്റാണ് മിസ്സാവുന്നതെങ്കിൽ, തൽക്കാലിന് കയ്യിൽ ടിക്കറ്റ് ഇല്ലെങ്കിൽ ഈ ആക്ച്വൽ ഫെയറിനുൾപ്പെടെ, അതിന് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റ് എന്നാണ് പറയുന്നത്, ഫൈനല്ല, ആക്ച്വൽ ഫെയർ പ്ലസ് പെനാൽറ്റി, ഫൈനും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.